Good morning, children. Welcome back to our EVS class. Take page number 73. 73. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? യെസ്, ഇൻ അവർ പ്രീവിയസ് ക്ലാസ് വി ഡിസ്കസ്ഡ് അബൌട്ട് സം ഫുഡ് ഐറ്റംസ് ആൻഡ് ഇറ്റ്സ് നെയിംസ്. അല്ലേ? എല്ലാവരോടും ചോദിച്ചു. ഞാൻ എന്താ ചോദിച്ചേ? തലേന്ന് രാത്രി കഴിച്ച ഫുഡിൻ്റെയൊക്കെ നെയിംസ് ചോദിച്ചു. എല്ലാവരും ഓരോന്ന് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡാണ് ഇഷ്ടപ്പെടുന്നതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും എന്നൊക്കെ അല്ലേ? ഇനി അവിടെ ഒരു വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് ചെയ്തിട്ടുണ്ടോ? ചെയ്തവരൊക്കെ അയച്ചു തരണം കേട്ടോ. നമ്മൾ റൈസ് കൊണ്ടും വീറ്റ് കൊണ്ടും ഉണ്ടാക്കുന്ന കുറേ ഫുഡ് ഐറ്റംസിൻ്റെ ഒരു വേർഡ് വെബ് ഉണ്ടാക്കാനുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എല്ലാവരും അത് ഉണ്ടാക്കി അയച്ചു തരണം കേട്ടോ. ചെറിയൊരു വർക്കാണ്. അതിനുശേഷം എന്താണെന്ന് നോക്കിയേ. പിന്നെ ഏതൊക്കെയാണ്? ഐ ആം ദ കിങ് ഓഫ് ഫ്രൂട്ട്സ്. അതൊക്കെ കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് കണ്ടോ ഒരു കോളം കണ്ടില്ലേ? അത് നോക്കിയേ. എന്താ പറയണത് അവിടെ? ദർ ആർ മെനി ഐറ്റംസ് ടു ഗീവ് ടേസ്റ്റ് ടു അവർ ടങ്. ആർ ഇൻ ദർ? ക്യാൻ യു ടാബുലേറ്റ് ദം? നമുക്ക് അറിയാം, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും അത് ടേസ്റ്റ് നോക്കിയിട്ടല്ലേ കഴിക്കാറ്. ടേസ്റ്റ് ഇല്ലെങ്കിൽ പലർക്കും ഇഷ്ടമല്ല അല്ലേ? അപ്പം നമ്മുടെ നമ്മുടെ നാവിന് ടേസ്റ്റ് കൊടുക്കുന്ന പല ഫുഡ് ഐറ്റംസും ഉണ്ട്. താഴെ കുറച്ച് ഫുഡ് ഐറ്റംസ് തന്നിട്ടുണ്ട്. എല്ലാതും നമ്മുടെ നാവിന് ടേസ്റ്റ് ഉള്ളത്, എല്ലാവർക്കും ഒരേപോലെ ടേസ്റ്റ് തോന്നുന്ന കാര്യങ്ങളല്ല അല്ലേ? പലർക്കും പല കാര്യങ്ങളാവും ഇഷ്ടമുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കുക. വെജിറ്റബിൾസിൻ്റെ ഒരു കോളം കണ്ടോ? വെജിറ്റബിൾസിൻ്റെ കോളത്തിൽ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? പംകിനും തന്നിട്ടുണ്ട്, ബിറ്റർ ഗോർഡും തന്നിട്ടുണ്ട്. പംകിൻ ആൻഡ് ബിറ്റർ ഗോർഡ്. അപ്പോൾ വേറെ വെജിറ്റബിൾസിൻ്റെയൊക്കെ പ്ലാന്റ്സിൻ്റെ ഇതിൽ നമ്മൾ കുറേ പേര് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ എഴുതുക. പംകിന്, ബിറ്റർ ഗോർഡ്, ലേഡീസ് ഫിംഗർ, എന്തൊക്കെയാണ് ക്യാബേജ്, എന്തൊക്കെയാണ് എഴുതാൻ പറ്റുന്നതൊക്കെ എഴുതുക. അതിൽ 2 എണ്ണേ തന്നിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ നിങ്ങൾ എഴുതണം കേട്ടോ. വെജിറ്റബിൾസ് എഴുതിയിട്ട് കുറേ നെയിംസ് എഴുതുക. അതിന് ശേഷം ഫ്രൂട്ട്സിൻ്റെ കോളത്തിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? ആപ്പിള്, ഗ്രേപ്സും മാത്രമേ ഉള്ളൂ എഴുതിയിട്ടുള്ളത്. പിന്നെയും കുറേ ഫ്രൂട്ട്സിൻ്റെ നെയിംസൊക്കെ നിങ്ങൾക്കറിയാം. അതെല്ലാം എഴുതുക. ഫ്രൂട്ട്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, വെജിറ്റബിൾസ് എന്താണെന്നറിയാം. നെക്സ്റ്റ് പൾസസ് പയറുവർഗ്ഗങ്ങൾ. അത് പലരും നമ്മൾ ഈ പയറുവർഗ്ഗങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് പേര് നോക്കണം എന്തൊക്കെയാണെന്നുള്ള. ഗ്രീൻ ഗ്രാമും ബംഗാൾ ഗ്രാമും അവിടെ തന്നിട്ടുണ്ട്. എന്താ ഗ്രീൻ ഗ്രാം എന്ന് പറഞ്ഞാൽ? നമ്മളെ പച്ചപ്പയർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ചെറുപയർ കുഞ്ഞു കുഞ്ഞു പയർ കണ്ടിട്ടില്ലേ? അതാണ് ചെറുപയറിനെയാണ് ഗ്രീൻ ഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ ബംഗാൾ ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? കടല. നമ്മുടെ കടലക്കാണ് ബംഗാൾ ഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കണ, കറി ഉണ്ടാക്കി കഴിക്കണ ബംഗാൾ ഗ്രാം. പിന്നെയുണ്ട് വേറെ ഉണ്ട് നമ്മുടെ ഹോഴ്സ് ഗ്രാം, മുതിര. അതുപോലെ തന്നെ ഗ്രീൻ പീസ് നമ്മൾ കറി ഉണ്ടാക്കി കഴിക്കൂലേ, ദോശയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ. പിന്നെ പീനട്ട്, അങ്ങനെയുള്ള കുറേ പൾസ് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ പേരുകളും എഴുതി വെക്കുക. ഏതൊക്കെയാണ്? ഗ്രീൻ ഗ്രാം ഉണ്ട്, ബംഗാൾ ഗ്രാം ഉണ്ട്. ഞാൻ പറഞ്ഞു തരുന്നില്ല, അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ബ്ലാക്ക് ഗ്രാം, ഹോഴ്സ് ഗ്രാം ഒക്കെ നിങ്ങൾ കണ്ടെത്തി എഴുതുക കേട്ടോ. ഗ്രീൻ പീസൊക്കെ. പിന്നെ ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ടാപ്പിയോക്ക. ടാരോ എന്ന് പറയുന്നത് ഏതാണ്? അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടല്ലോ, ടാരോ എന്ന് പറഞ്ഞാൽ ചേമ്പ്. അതിനെയാണ് പറയുന്നത്. അതായത് മണ്ണിനടിയിൽ വളരുന്നതാണ് ഈ ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അതൊരു ഈ പ്ലാന്റിൻ്റെ പാർട്ട് തന്നെ വളർന്നിട്ട് ഒരു ഫ്രൂട്ടായി മാറുന്നതാണ്. ട്യൂബർ ഈസ് ആൾസോ എ പാർട്ട് ഓഫ് ദാറ്റ് പ്ലാന്റ്, ബട്ട് ഇറ്റ് ഗ്രോസ് അണ്ടർ ദ സോയിൽ. അതാണ് അതിനുള്ള വ്യത്യാസം. ബാക്കിയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എന്താണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ നാവിന് നമുക്ക് തിന്നാൻ കഴിയുന്നതൊക്കെ പുറത്താണ് വളരുന്നത്. പക്ഷേ ട്യൂബേഴ്സ് എങ്ങനെയാണ് വളരുന്നത്? ട്യൂബേഴ്സൊക്കെ എന്താണ്? മണ്ണിനടിയിലാണ് വളരുന്നത് അല്ലേ? ബട്ട് ഇറ്റ് ഈസ് ആൾസോ എ പാർട്ട് ഓഫ് പ്ലാന്റ് ആൻഡ് ദ പ്ലാന്റ് സ്റ്റോറേജ് ദെയർ ഫുഡ് അണ്ടർ ദ സോയിൽ. ഫ്രൂട്ട്സൊക്കെ എന്താണ്? ഒക്കെ നമ്മുടെ ഈ പ്ലാന്റ്സിൻ്റെ സ്റ്റോറേജാണ് നമ്മൾ ഫ്രൂട്ടൊക്കെ ആയിട്ട് മാറുന്നത്. ട്യൂബേഴ്സ് എന്ത് ചെയ്യും? അവരുടെ മണ്ണിനടിയിലാക്കിയിട്ടാണ് അവരുടെ ഫുഡ് സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത് എന്നാണ്. അതന്നെ 2 വിധമുണ്ട്.
ട്യൂബേഴ്സ്. ഈ ടാരോയും ടാപ്പിയോക്കും തന്നെ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എന്താ വെച്ചാൽ ചിലത് എന്ന് പറഞ്ഞാൽ റൂട്ട് ട്യൂബറാണ്. റൂട്ട് തന്നെ എന്താവുകയാണ്, ട്യൂബർ ഫ്രൂട്ടായിട്ട് മാറുകയാണ്. ചിലത് സ്റ്റെം ട്യൂബറാണ്. അവരുടെ സ്റ്റെമ്മ് സോയിലിനടിയിലേക്ക് വളരും, മണ്ണിനടിയിലേക്ക് വളർന്നിട്ട് അതാണ് ഫ്രൂട്ടായി മാറുന്നത്. അതായത് റൂട്ട് ട്യൂബറും ഉണ്ട്, സ്റ്റെം ട്യൂബറും ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങളിപ്പോൾ അത് പിന്നെ പഠിക്കൊന്നും വേണ്ട, എന്തായാലും മനസ്സിൽ ആക്കി വെക്കണം. വലിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്കത് പഠിക്കാനുണ്ടാവും. അതായത് റൂട്ട് ട്യൂബർ പറയുമ്പോൾ എന്തേക്കാരം, ദ റൂട്ട്സ് ചേഞ്ച്ഡ് ആസ് ഫുഡ് സ്റ്റോറേജ് ഫോർ ദാറ്റ് പ്ലാന്റ്. അത് എന്നിട്ട് ഇറ്റ് ഗ്രോസ് അണ്ടർ ദ സോയിൽ. നമ്മളെ ടാപ്പിയോക്ക അതുപോലെ തന്നെ നമ്മുടെ എന്താണ് സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ അല്ലേ, അതൊക്കെ എന്താണ് ഏത് വിഭാഗത്തിൽ വെച്ചാൽ റൂട്ട് ട്യൂബറാണ്. അവരുടെ റൂട്ടാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ സ്റ്റെം ട്യൂബറായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ചേന, സാദാ പൊട്ടാറ്റോയും. അത് രണ്ടും എന്താണ്, അതിൻ്റെ സ്റ്റെം തന്നെ മണ്ണിനടിയിൽ വളർന്ന് ഫ്രൂട്ടായി മാറുകയാണ്. അതാണ് സ്റ്റെം ട്യൂബർ എന്ന് പറയുന്നത്. ചേനയൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അത് നേരെ ഈ തണ്ടിനടിയിൽ ഈ തണ്ടന്നെ ബൾജ് ചെയ്തിങ്ങാണ്ടാവുന്നതാണ്, ഫ്രൂട്ടായി മാറണം. മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ പൾസസും ട്യൂബേഴ്സും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. അതെന്താണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ലീഫി വെജിറ്റബിൾസ് അറിയാലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലേ. നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴും ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ ഫുഡ് ഐറ്റംസിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ് അല്ലേ. അമരാന്തസ്, പല അമരാന്തസ്, റെഡ് അമരാന്തസ് ഉണ്ട്, ഗ്രീൻ അമരാന്തസ് ഉണ്ട്, നമ്മുടെ ചീര. പിന്നെ എന്താണത്, ഒരു ബൊറേവിയ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടാവും, തഴുതാമയുടെ ഇല പലരും ഈ രോഗികൾക്കൊക്കെ മേളിൽ ഈ എഡിമ നീരുകളുള്ള പേഷ്യൻറ്റിനൊക്കെ അധികം കൊടുക്കും, നീര് പോവാൻ വേണ്ടിയിട്ട്, മേലൊക്കെ നീർക്കെട്ട് അത് അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു വെജിറ്റബിൾ, ലീഫി വെജിറ്റബിളാണ് എന്ത്, തഴുതാമ എന്ന് പറയുന്നത്. ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ലീഫി വെജിറ്റബിളാണ് തഴുതാമ. പിന്നെ എത്രയേ ലീഫി വെജിറ്റബിൾ ഉണ്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന, നമ്മുടെ മത്തനില, പംകിൻ ലീഫ്, പിന്നെ മുരിങ്ങ ലീഫ്, ഇതൊക്കെ ലീഫി വെജിറ്റബിൾസ് അല്ലേ. അപ്പോൾ അതും എഴുതി വെക്കുക. ഇത്രയും കോളായിട്ട് എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയണേ, ഈസ് ദർ എനിത്തിങ് അതർ ദാൻ ദീസ് ദാറ്റ് വി ഇൻക്ലൂഡ് ഇൻ അവർ ഫുഡ്? അപ്പോൾ നമ്മൾ കുറേ ഐറ്റംസിനെ കുറിച്ച് പറഞ്ഞു. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പൾസസ്, ട്യൂബേഴ്സ്, ലീഫി വെജിറ്റബിൾസ്, ഇങ്ങനെ പല ഫുഡ് ഐറ്റംസിനെയും. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ച പോലെ നിങ്ങൾ തലേന്ന് രാത്രി എന്താ കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ റൈസും വീറ്റും വെച്ചുണ്ടാക്കുന്ന പല ആഹാര പദാർത്ഥങ്ങളും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നല്ലോ. നിങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചതെന്നും പറഞ്ഞു തന്നു. ഇത് മാത്രമാണോ? അതുപോലെ അതർ ദാൻ ദിസ് ദാറ്റ് വി ഇൻക്ലൂഡ് ഇൻ അവർ ഫുഡ്, ഇങ്ങനത്തെ വെജിറ്റബിൾസ് അല്ലാതെ വേറെയും പലതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറില്ലേ നമ്മുടെ ഫുഡിൽ? വി ഡിസ്കസ് ദ ഫുഡ് ഐറ്റംസ് ഡിറൈവ് ഫ്രം പ്ലാന്റ്സ് സോ ഫാർ. അപ്പോൾ അത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ എന്താണ്, നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ആണല്ലോ. എല്ലാം നമുക്ക് പ്ലാന്റിൽ, അതായത് വെജിറ്റബിൾസ് ആണ് അല്ലേ, എല്ലാം വെജിറ്റബിൾസ് ആയിട്ടുള്ള സാധനമാണ്. നോൺ വെജിറ്റബിൾസും നമ്മൾ യൂസ് ചെയ്യാറില്ലേ. വി ഡിപ്പെൻഡ് നോട്ട് ഓൺലി ഓൺ പ്ലാന്റ്സ് ബട്ട് ഓൺ ആനിമൽസ് ആൾസോ ഫുഡ് ആണല്ലോ. നമ്മൾ പ്ലാന്റ്സിനെ മാത്രമാണോ ആശ്രയിക്കുന്നത് ഫുഡിന് വേണ്ടിയിട്ട്? നോ, നമ്മൾ മനുഷ്യർ, ഹ്യൂമൻസ്, ആനിമൽസിനെയും എന്ത് ചെയ്യാണ്ട് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് അല്ലേ ഫുഡിന് വേണ്ടിയിട്ട്. വി ആൾസോ ഡിപ്പെൻഡ് ഓൺ ആനിമൽസ് ഫോർ ഫുഡ്. വാട്ട് ആർ ദ ഫുഡ് സബ്സ്റ്റൻസസ് വി ഗെറ്റ് ഫ്രം അനിമൽസ്? ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ആർ ദ സബ്സ്റ്റൻസസ് വി ഗെറ്റ് ഫ്രം അനിമൽസ്? നമുക്ക് അനിമൽസിൽ നിന്ന് ഭക്ഷണം, അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം അല്ലേ. പല അനിമൽസും നമ്മൾ ഫുഡ് കൊടുക്കണ്ടേ. അവരെന്തൊക്കെയാണ് നമുക്ക് തരുന്നത്? നിങ്ങൾക്കറിയാലോ എന്തൊക്കെ ഫുഡ് സബ്സ്റ്റൻസസ് ആണ് നമുക്ക് അനിമൽസിൽ നിന്ന് കിട്ടുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. മിൽക്ക്, പാല്, എഗ്സ്, മുട്ട, ഫിഷിനെ പിടിച്ചിട്ടല്ലേ നമ്മൾ തിന്നാറ്. അതുപോലെ തന്നെ മീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അനിമൽസിനെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ആർ ആൾസോ എ പാർട്ട് ഓഫ് അവർ ഫുഡ്. അപ്പോൾ വെറും വെജിറ്റബിൾസ് മാത്രമല്ല, നോൺ വെജിറ്റബിൾസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അനിമൽസ് തരുന്ന മിൽക്ക്, എഗ്ഗൊക്കെ നമ്മളാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഫുഡിൻ്റെ പാർട്ടുകളാണ് അല്ലേ. എല്ലാതും വേണം, എല്ലാതും ഈക്വലായിട്ട് നമ്മളെ ശരീരത്തേക്ക് ചെല്ലണം ഒരു പ്രായം വരെ അല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പലതിനും കൺട്രോൾഡ് ഉണ്ട്.
കൺട്രോൾഡ് വരും. പക്ഷേ നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്തും നമ്മുടെ യൗവനത്തിലൊക്കെ ഇതെല്ലാം നമ്മുടെ ആഹാരത്തിൻ്റെ പാർട്ടാക്കി മാറ്റണം. വെറും മീറ്റും ബിരിയാണിയും നെയ്ച്ചോറും മാത്രം കഴിച്ചാൽ പോരാ കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഫുഡിൻ്റെ പാർട്ടാണെങ്കിൽ പോലും നമ്മളെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ആക്കണം. ഏതൊക്കെ വെജിറ്റബിൾസും ഇപ്പം നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ ആ കോളത്തിലുള്ള എല്ലാതും നമ്മൾ ഡെയിലി കഴിക്കണം, കുറച്ചായിട്ട് കഴിക്കണം. അതുപോലെ തന്നെ നോൺ വെജിറ്റബിൾസായ ഈ ഐറ്റംസും നമ്മൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്താം. ഓക്കെ. ഹൗ മെനി ഫുഡ് സബ്സ്റ്റൻസസ് ഡു പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഗീവ് അസ്? എന്തൊക്കെ ഫുഡ് സബ്സ്റ്റൻസസാ? ഹൗ മെനി ഫുഡ് സബ്സ്റ്റൻസസ് ഡു പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഗീവ്സ് അസ്? ഇവരൊക്കെ നമുക്കാണ് തരുന്നത് അല്ലേ? വൈ ഈസ് ഇറ്റ് സെഡ് ദാറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസസ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഫുഡ്? ഇപ്പോൾ ടീച്ചർ പറഞ്ഞു ഇപ്പോൾ എല്ലാം നമ്മളെ എല്ലാ സബ്സ്റ്റൻസും നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ആക്കണം എന്ന്. അപ്പോൾ പ്ലാന്റ്സും അനിമൽസും നമുക്ക് എല്ലാ ഫുഡും തരുന്നുണ്ട് എന്നും പറഞ്ഞു. ഇനി ഈ അടുത്ത ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെയുള്ള ഫുഡ് സബ്സ്റ്റൻസസിനെ കുറിച്ചും ഐറ്റംസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിലും ഞാനൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ ആദ്യം ആ കോളത്തിലത്തെ ഒക്കെ എഴുതി വെക്കുക നോട്ട്ബുക്കിൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റിനായിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതുക, വാട്ട് ആർ ദ ഫുഡ് സബ്സ്റ്റൻസസ് വി ഗെറ്റ് ഫ്രം ആനിമൽസ്. ഈ 2 ക്വസ്റ്റ്യൻ എഴുതുക നോട്ട്ബുക്കിൽ കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യനുള്ള ആൻസറൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ സ്റ്റുഡൻസ്, ഹാവ് എ നൈസ് ഡേ.